ഒരു സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുക, ഒരുപാട് മനുഷ്യർക്കിടയിൽ ഒരുപാട് ക്വാളിറ്റി നന്മ നിറഞ്ഞ ചിന്തകളും സുഹൃത്ത് ബന്ധത്തിനൊക്കെ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാല്യൂ ആണ് പല സ്ഥലത്തുനിന്നും എന്താ പറയുക രക്ഷപ്പെട്ടു വരുന്നതും ചിരിയോട് കൂടിയിട്ട് തിരിച്ചു വരുന്നത്. അതെ 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 അതെ. ഇന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റ് പറഞ്ഞു കൊടുത്തിരുന്നില്ല. നമ്മുടെ ഇവിടെ ഓക്കെ. ഈ ജീവി ട്രാവൽസ് ജീവി ട്രാവൽസിന്റെ ഈ ദുബായിലേക്ക് വരുന്ന സമയത്ത് സമയത്ത് ദുബായിൽ വരുന്ന ടിക്കറ്റ് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇവിടെ വന്നിട്ട് എയർപോർട്ടിലുണ്ടോ, ഞാൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പം ഫ്രണ്ട്സ് ഉണ്ട്, കുഴപ്പമില്ല, റാഷിക്ക് വിളിക്കാം. അപ്പം മൂപ്പര് പറയും ഞാനിവിടെ ഉണ്ട്, ഞാൻ പിന്നെ മക്ബൂലിനെ MBLനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ എയർപോർട്ടിൽ ടെർമിനൽ 2-ലുണ്ട്, ഞാൻ ടെർമിനൽ 1-ൽ വരാം, ഞങ്ങളെയും പിക്ക് ചെയ്ത് വരാം. അതാണ് ഒരു പടച്ചോന്റെ കളി. സംഭവം ഞാൻ അറിഞ്ഞില്ലേ. ഞാൻ വണ്ടിയിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പണി കിട്ടി. എങ്ങനെ? ഞങ്ങളിവിടെ ഇത് സെറ്റ് ചെയ്യേണ്ട പണിയല്ലേ. ഞങ്ങള് MBL എടുക്കാൻ പോയപ്പോൾ കല്ലുചേട്ടൻ ഉണ്ട് വിളിക്കുന്നത്. അവൻ കല്ലുചേട്ടൻ എങ്ങനെ വിളിക്കും, എയർപോർട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങള് കമ്മ്യൂണിക്കേഷൻ. എനിക്ക് ഈ സമയത്ത് ഒരു ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു മൊത്തം. ഓരോ ദിവസം സത്യത്തിൽ അപ്പോൾ എവിടുന്ന വന്ന ഇപ്പോൾ? അല്ല, ഞാൻ ഒരു ദിവസം സൗദിയിൽ പരിപാടിയാണെങ്കിൽ പിറ്റേ ദിവസം നിലമ്പൂർ പരിപാടി, നിലമ്പൂരിൽ നിന്ന് പിന്നെ മറ്റേ കൊച്ചിയിലേക്ക് പോയിട്ട് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വേറൊരു സ്ഥലം. ഉറങ്ങാനുള്ള സമയം കിട്ടിയില്ല, എനിക്ക് കിളിയും പോയിരിക്കുക. ദുബായിലേക്ക് വന്നപ്പോൾ പ്രോപ്പറായിട്ട് എൻ്റെ ടിക്കറ്റ്, ഞാൻ ഈ ടിക്കറ്റിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കാൻ ടിക്കറ്റും അയച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ ഓർമ്മ ഞാനിതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഭാഗ്യത്തിന് അവിടെ തന്നെ ആളുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി വന്ന് നിന്നു, എന്നെ വണ്ടിയിൽ കയറ്റി ഓക്കെ തന്നു. ഇവര് പേടിച്ച് നേരെ തിരിച്ചാ. നിങ്ങൾ കറക്റ്റ് എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ട് ഇവരെടുത്ത് പണി പാളിയോ, അടുത്ത ചീത്തക്കുള്ള